ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. ഇതിനായി 250 ml ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ടേബിൾ സ്പൂണാണ്. 1.25 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ചെറിയൊരു കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് അല്പം പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അളവിനായി 250 ml ഒരു കപ്പിന് 3/4 കപ്പ് പാലാണ് എടുക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ കുറേശ്ശെ പാല് മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ കുറേശ്ശെ പാലൊഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ലൈക്കും കമൻറ്റൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ പുതിയതായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടി കാണിക്കണ്ട കേട്ടോ. ഞാൻ പുതിയ യൂട്യൂബറാണ്, അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. മിക്സിങ് അല്പം ടൈറ്റായിട്ട് തോന്നിയതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് വെള്ളം ചേർത്ത് അത്യാവശ്യം ഒരു കുറുകിയ രീതിയിൽ നമ്മൾ എടുക്കുന്നു. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് സോഡാപ്പൊടിയാണ്. ഒരല്പം സോഡാപ്പൊടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരല്പം മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മുടെ മിക്സ് എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. അടുത്ത് ഒരു ടീസ്പൂൺ ബൂസ്റ്റ് ഞാൻ ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് വേണ്ടിയത് 3 മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ടയും മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവരാം. മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആ ബൗളിലേക്ക് തന്നെ ഒഴിക്കുന്നു. മിക്സിംഗ് ഒക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ മെയിൻ ഐറ്റമാണ് ഏത്തപ്പഴം. ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത ഏത്തപ്പഴമാണ്. ഇത് നമ്മൾ കുട്ടികൾക്ക് നെയ്ക്കകത്ത് മുറിച്ച് കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്ന പോലെ വേണം കട്ട് ചെയ്യാൻ. ഇനി ഒട്ടും താമസിക്കണ്ട, സ്റ്റൗ കത്തിച്ച് നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇച്ചിരി അല്പം കൂടുതൽ നെയ്യ് ഇടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഏത്തയ്ക്കാപ്പഴം ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഫുള്ളിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് അത് മുറിച്ച്, ഒരുപാട് വേവാകണ്ട, ജസ്റ്റ് ഒന്ന് വഴന്നു വരുന്ന രീതിയിൽ സെറ്റാക്കി എടുക്കുക. എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ അല്പം കശുവണ്ടിയും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് മുന്തിരിങ്ങയൊക്കെ ഒരു ബലൂണിൻ്റെ രൂപത്തിലാകുന്ന രീതിയിൽ സെറ്റാക്കി എടുക്കുക. അതും വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നു. ഇനി ആ പാനിലേക്ക് തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ ഒരു ലെയർ ഒഴിച്ച് കൊടുക്കുന്നു. അതിന് മണ്ടയിൽ കാഷ്യൂനട്ടും മുന്തിരിയും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ബാക്കി മിച്ചമുള്ള മിക്സും കൂടെ അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിന് മുകളിലേക്കാണ് വാഴയ്ക്ക ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കുന്നത്. മാക്സിമം ഫില്ല് ചെയ്ത് വേണം പഴം സെറ്റ് ചെയ്യാൻ. പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ഒരു വശമായി കഴിയുമ്പോൾ അടുത്ത പാനിലേക്ക് നമ്മളത് മറിച്ചിടുക. ആ വശവും റെഡിയായി കഴിയുമ്പോൾ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ അതിൻ്റെ കൂടെയൊക്കെ 4 മണി പലഹാരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഈ ഒരു ഐറ്റം നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട്
അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു. വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.